ഒരു പേഴ്സണൽ ട്രെയിനറിന് സ്പെഷ്യലൈസ് ചെയ്യാൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഏതാണ് ഏറ്റവും നല്ല ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻസർ ഏതാണോ അയാളുടെ പാഷൻ, അയാൾക്ക് ഇൻട്രസ്റ്റഡ് ഏരിയ എന്നുള്ളതാണ്. പക്ഷേ ജനറൽ പറയുകയാണെങ്കിൽ എല്ലാ പേഴ്സണൽ ട്രെയിനേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ന്യൂട്രീഷൻ കോച്ചിൽ ആദ്യത്തെ 3-4 ചാപ്റ്റേഴ്സ് ഏതൊരു കറക്റ്റ് ന്യൂട്രീഷൻ ആവാൻ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് ഓൾറെഡി പേഴ്സണൽ ട്രെയിനേഴ്സിന് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റിനോട് ന്യൂട്രീഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഡയറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യോ കൾച്ചറൽ ഇൻഫ്ലുവൻസ്, അയാളുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ്, അയാൾ ഫെമിലറായിട്ട് വന്നിട്ടുള്ള ഡയറ്റ് രീതികൾ, അയാളുടെ ഹങ്കർ സ്റ്റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അയാളുടെ ബഡ്ജറ്റ്, ഇതൊക്കെ അറിഞ്ഞിട്ട് കറക്റ്റായിട്ട് അയാളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അയാൾക്ക് പറ്റുന്ന രീതിയിലൊരു ന്യൂട്രീഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പേഴ്സണൽ ട്രെയിനേഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മാക്രോ ന്യൂട്രീഷനും മൈക്രോ ന്യൂട്രീഷൻസും അതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ, ഹെൽത്ത് ബിഹേവിയർ സ്ട്രാറ്റജീസ് പഠിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാരിയർ ബിൽഡ് ചെയ്യാനും ക്ലയൻസിനെ കറക്റ്റായിട്ട് സഹായിക്കാനായിട്ട് പേഴ്സണൽ ട്രെയിനേഴ്സിന് ഏറ്റവും നല്ല സ്പെഷ്യലൈസേഷൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് NISM പോലെയുള്ള ന്യൂട്രീഷൻ കോച്ചസ്. ഫിറ്റ്നസ് സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടും ന്യൂട്രീഷൻ സർട്ടിഫിക്കേഷനെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് DM ചെയ്യുക.